വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അറിയിച്ചു കൊള്ളട്ടെ. ദക്ഷിണ കേരള മഹായിടവക ബോട്ട്ഫോൾ യൂത്ത് വർക്കിൻ്റെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നടത്തപ്പെടുന്ന നോമ്പ് വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിത്യജീവൻ എന്നുള്ളതാണ്. യോഹന്നാൻ നിത്യസുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നാം എല്ലാം ഇന്ന് കടന്നു പോകുന്നത് ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെയാണ്. നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് പലതും വർജിച്ച് നിർത്തേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് നാം കരുതുന്നത്. എന്നാൽ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ചതുപോലെ, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല; ഞാൻ നഗ്നായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല; ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല; ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങ് എപ്പോഴാണ് വിശന്നിരുന്നവനായി ഞങ്ങൾ കണ്ടത്? എപ്പോഴാണ് ദാഹിച്ചിരുന്നവനായി കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഒരു മറുപടി പറയുന്നുണ്ട്: നിങ്ങൾ ഒരുവന് ചെയ്യുന്നതൊക്കെയും അത് എനിക്കായി ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, മരുന്ന് വാങ്ങാൻ വകയില്ലാതെ, താമസ സൗകര്യമില്ലാതെ ഒട്ടനവധി പേരുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളാൽ അവരെ കൂടി താങ്ങുന്ന ഒരു യുവസമൂഹമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും നമുക്ക് ബൈബിളിലെ ഒരു കഥ അറിയാവുന്നതാണ്. ധനവാനായിട്ടുള്ളൊരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ആ ധനവാനായിട്ടുള്ള മനുഷ്യനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. പലപ്പോഴും നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നു. അതിൽ 1% മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ക്രിസ്തു ആരോടൊപ്പമായിരുന്നു എന്ന് നമുക്കറിയാം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ജനസമൂഹം ക്രിസ്തുവിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അവരോടൊപ്പമായിരുന്നു ക്രിസ്തു എന്നുള്ളത്. നാം പക്ഷം പിടിക്കുന്നത് മണത്തിനോ പദവിക്കോ മുൻപന്തിയിലുള്ളവരോടായിരിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ജനവിഭാഗമുണ്ട്, അവരോടായിരിക്കും. നമുക്കറിയാം, വളരെ തുച്ഛമായ സമയത്ത്, വളരെ ഷോർട്ടായ ടൈമിൽ നിത്യജീവൻ അവകാശമായി തീരുന്ന ഒരു വ്യക്തിയുണ്ട്, ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ കയറിയ ആ കള്ളൻ. ഒരുവൻ ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് പറഞ്ഞപ്പോൾ, നമ്മളോ തെറ്റ് ചെയ്തതിന് ശേഷം ഈ ശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നു, അവനോ നീതി പ്രവർത്തിച്ചിട്ട് ഇതിന് അവകാശമാകും. ക്രിസ്തു അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിൽ ഇരിക്കും. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് അവൻ്റെ മനസ്താപത്താൽ അവൻ പർദീസയ്ക്ക് അർഹനായിത്തീരുന്നു, നിത്യജീവൻ പ്രാപിച്ചതായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുദപിക്കുവാനായിട്ട്, പുതിയ ജീവൻ പ്രാപിക്കുവാനായിട്ട്, പുതുതായി ജനിക്കുവാനായിട്ട്, ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ, ശിശുക്കളെ ക്രിസ്തുവിന് അടുക്കൽ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു പറഞ്ഞതാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടും, അവർ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരാണ്. അത്തരത്തിൽ പുതുതായി ജനിച്ച് ശിശുക്കളെ പോലെ കപടമില്ലാത്തവരായി, നന്മ പ്രവർത്തിക്കുന്നവരായി തീർന്ന് ഈ നിത്യജീവൻ അവകാശമായി തീരുവാൻ, നിത്യജീവന് അവകാശികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ ഇവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.